ഉഴുന്നൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായ കോക്കനട്ട് ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്താൻ വെക്കാം. ഇപ്പോൾ അരി നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചോറും 1 കപ്പ് ചിരകിയ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ദോശമാവിൻ്റെ അളവിൽ തന്നെയാണ് നമുക്കിത് കിട്ടേണ്ടത്. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ മാവ് അരച്ച് വെച്ച് രാവിലെയാണ് ദോശ തയ്യാറാക്കി എടുക്കുന്നത്. ദോശമാവ് നല്ല സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരല്പം വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ദോശയിൽ ഹോൾസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ ഒരല്പം എണ്ണ തൂവി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഈ ദോശ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെ മൂടി വെച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ ദോശ കഴിക്കുന്നത് പോലെയുള്ള കറികളൊക്കെ കൂട്ടി നമുക്ക് ഇതും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.